നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശമ്പള വിതരണം വൈകുന്നതിനെതിരെ ബേപ്പൂർ ചീർപ്പ് പാലം കടവിലെ തൊഴിലാളികളുടെ പ്രതിഷേധം. സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും വിതരണ വ്യാപാരികളുടെ വാഹനത്തിൽ നിന്നും ചരക്കിറക്കാൻ അനുവദിക്കാത്ത കയറ്റിറക്കി തൊഴിലാളി യൂണിയൻ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ. മലയോര മേഖലയുടെ സമഗ്രമായ വികസനത്തിന് മലയോര ഹൈവേ ഗുണകരമായി മാറുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. NCP ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺ അഗസ്റ്റിനും 30ഓളം പ്രവർത്തകരും NCP വിട്ട് കോൺഗ്രസിലേക്ക്. രാജ്യത്ത് ഒരു സീറ്റിൽ മാത്രം വിജയ സാധ്യതയുള്ള CPM BJPക്കെതിരെ എന്ത് പ്രതിരോധമാണ് നടത്തുകയെന്ന് അഡ്വക്കേറ്റ് T സിദ്ദിഖ് MLA. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ശമ്പള വിതരണം വൈകുന്നതിനെതിരെ ബേപ്പൂർ കോർപ്പറേഷൻ സോണൽ ഓഫീസിന് മുന്നിൽ മണൽ തൊഴിലാളികളുടെ പ്രതിഷേധം. ചീർപ്പുപാലം കടവിലെ തൊഴിലാളികളാണ് ശമ്പളം കിട്ടാത്തതിനെതിരെ രംഗത്ത് വന്നത്. ഒരു കാര്യം ക്ലിയർ ആണ്, നമ്മളെ നികുതി കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. 6 മാസം കൂടുമ്പോ ആ നികുതി പിടിച്ചിട്ട് നമ്മളെ ശമ്പളം തരുള്ളൂ. നമ്മളെ ശമ്പളം കിട്ടിയിട്ടില്ല. കടവിലെ 30 തൊഴിലാളികൾക്ക് 2 മാസമായി ശമ്പളം വിതരണം ചെയ്തിട്ടില്ല. 15 ദിവസം കൂടുമ്പോൾ ശമ്പളം നൽകുമെന്നായിരുന്നു ധാരണ. എന്നാൽ കോർപ്പറേഷൻ ഇത് പാലിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. കോർപ്പറേഷനിൽ സ്മാർട്ട് പദ്ധതി നടപ്പാക്കിയതോടെ മണൽ തൊഴിലാളികൾക്കുള്ള ശമ്പള വിതരണം പ്രതിസന്ധിയിലാണ്. അക്കൗണ്ട് വഴി മാത്രമേ ഇനി ശമ്പളം വിതരണം ചെയ്യൂവെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും സമയബന്ധിതമായി നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും തൊഴിലാളികൾ കുറ്റപ്പെടുത്തി. പണിയെടുത്ത പൈസക്കും വേണ്ടി എല്ലാ 15 ദിവസം കൂടുമ്പോഴും നമ്മൾ ഈ ഓഫീസിൽ വന്ന് കയറി ഇറങ്ങാൻ മതിയാക്കി നമുക്ക് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. ഇപ്പൊ 2 മാസമായി നമുക്ക് പൈസ കിട്ടാൻ. ഇപ്പൊ ഇന്നലെ വന്നുകൊണ്ട് പറഞ്ഞ് ഇനി അക്കൗണ്ട് ഇത്ര തരുള്ളൂ. അപ്പൊ അക്കൗണ്ട് കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ അതിന്റെ മുന്നത്തെ 1.5 മാസത്തെ പൈസ തരാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത്. പയമാരി ക്യാഷ് ആയിട്ട് തരാൻ തന്നെ എപ്പോഴും പറയുന്നത്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നവർക്ക് മുൻകൂട്ടി പണം ഈടാക്കിയാണ് മണൽ വിതരണം. എന്നിട്ടും നദിയിൽ മുങ്ങി മണൽ വാരുന്ന തൊഴിലാളികൾക്ക് കൂലി നൽകാൻ അധികൃതർ തയ്യാറാകാത്തതാണ് പ്രതിഷേധത്തിന് വഴിവെച്ചത്. 1 മാസത്തെ ശമ്പളം 15-ന് വിതരണം ചെയ്യാമെന്ന കോർപ്പറേഷൻ അധികൃതരുടെ ഉറപ്പിലാണ് സംഘടിച്ചെത്തിയ തൊഴിലാളികൾ പിരിഞ്ഞത്. വിവരം അറിഞ്ഞ് SI-മാരായ MK ഷനോജ് പ്രകാശ്, M സജീവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും വിതരണ വ്യാപാരികൾക്ക് അവരുടെ വാഹനത്തിൽ നിന്നും കടകളിലേക്ക് ചരക്കിറക്കാൻ വിതരണ വ്യാപാരികളുടെ ജീവനക്കാരെ അനുവദിക്കാതെ ദ്രോഹിക്കുന്ന നടപടി കയറ്റിറക്ക് തൊഴിലാളി യൂണിയൻ അവസാനിപ്പിക്കണമെന്ന് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഞങ്ങളുടെ വണ്ടികളിൽ നിന്നും ചരക്ക് ഇറക്കി കടകളിൽ വിതരണം ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്ക് കോടതി മുഖേന നിയമപരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധി ഞങ്ങളുടെ കൂടെയുണ്ട്. ആ വിധി പ്രകാരമാണ് ഞങ്ങൾ വർഷങ്ങളായി വണ്ടികളിൽ നിന്നും ചരക്കിറക്കുന്നത്. പക്ഷേ ചില സ്ഥാപനങ്ങളിൽ ചില ചുമട്ട് തൊഴിലാളി യൂണിയനുകളിൽ വളരെ ഏകപക്ഷീയമായി ഞങ്ങളുടെ വിധിയെ ചോദ്യം ചെയ്ത് ഞങ്ങളുടെ ഗുണ്ടായുസവും മറ്റു കാര്യങ്ങളും നടത്താറുണ്ട്. കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിൽ ഇന്ത്യൻ മാർക്കറ്റിംഗ് എന്ന വിതരണ വ്യാപാരിയുടെ വണ്ടിയിൽ നിന്നും ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ സ്റ്റിക്കർ ഉണ്ടായിട്ടും സാധനങ്ങൾ ഇറക്കുമ്പോൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അയാളുടെ ജീവനക്കാരനെ മർദ്ദിച്ച് ഇരുമ്പ് കെട്ടുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്ന് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വൈകുന്നേരം 3-4 മണി സമയത്ത് ഇദ്ദേഹത്തിന്റെ 27 വയസ്സുള്ള ഒരു ഡ്രൈവർ, അദ്ദേഹത്തിന്റെ പേര് ഹർഷിത് ബാഷി എന്ന് പറഞ്ഞ ഡ്രൈവറെ മാരക ആയുധങ്ങളുമായി, ചുമടെടുക്കുന്ന ആയുധങ്ങളും പിന്നെ അവരുടെ ഹുക്ക് പോലത്തെ ആയുധങ്ങളായിട്ട് തലയ്ക്ക് മർദ്ദിച്ച് അദ്ദേഹം ഗുരുതരമായി
ഇതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. യൂണിയൻ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണമെന്നും ബന്ധപ്പെട്ടവരോട് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജില്ലയിൽ തുടരെയുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ അറുതി വരുത്തണമെന്നും വിതരണ വ്യാപാരികൾക്ക് നിർഭയം തൊഴിൽ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് ജയരാജ്, സംസ്ഥാന സെക്രട്ടറി അമൽ, ജില്ലാ ട്രഷറർ ലാലു CK, നജീബ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയോര മേഖലയുടെ സമഗ്രമായ വികസനത്തിന് മലയോര ഹൈവേ ഗുണകരമായി മാറുമെന്ന് ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ്. പെരുവണ്ണാമുഴി മുതൽ ചെമ്പ്ര വരെയുള്ള മലയോര ഹൈവേയുടെ പ്രവൃത്തി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലയോര ഹൈവേയുടെ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പെരുവണ്ണാമുഴി, കക്കയം, തോണിക്കടവ് തുടങ്ങിയ ടൂറിസം പദ്ധതികൾക്കും റോഡ് വികസനം ഏറെ സഹായകരമാകുമെന്നും സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിലേക്ക് ചുരമില്ലാത്ത പാത വിഭാവനം ചെയ്തിരിക്കുന്നത് പൂഴിത്തറ പടിഞ്ഞാറത്തറ പാതയാണ്. അത് സാധ്യമാക്കുന്നതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തികൾക്കായി 1.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ മലയോര മേഖലയുടെ സമഗ്രമായ വികസനത്തിന് ഈ പദ്ധതി ഏറെ ഗുണകരമായി മാറും. പെരുവണ്ണാമുഴി, കക്കയം, തോണിക്കടവ് തുടങ്ങിയ ടൂറിസം പദ്ധതികൾക്കും ഈ റോഡ് വികസനം ഏറെ സഹായകരമാണ്. കേരളത്തിൽ പശ്ചാത്തല വികസന മേഖലയിൽ കാര്യമായ മുന്നേറ്റമുണ്ടാക്കിയ നിയോജക മണ്ഡലമാണ് പേരാമ്പ്ര. വയനാട്ടിലേക്കുള്ള ചുരമില്ലാത്ത പാത വിഭാവനം ചെയ്തിരിക്കുന്നത് പൂഴിത്തറ പടിഞ്ഞാറേത്തറ പാതയാണ്. അത് സാധ്യമാക്കുന്നതിന് PWD നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തികൾക്കായി 1.5 കോടി രൂപ ഇതിനായി അനുവദിച്ചു കഴിഞ്ഞുവെന്നുള്ള സന്തോഷപരം പ്രത്യേകം അറിയിക്കുകയാണ്. കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം കഴിഞ്ഞ 7.5 വർഷം സാധ്യമായിട്ടുണ്ടെന്നുള്ളത് എല്ലാവരും അനുഭവിച്ചു മനസ്സിലാക്കിയതാണ്. ദേശീയപാതകളും സംസ്ഥാനപാതകളും ഒപ്പം ഗ്രാമീണ മേഖലയിലെ പൊതുമരാമത്ത് റോഡുകളും നവീകരിക്കപ്പെടുകയാണ്. ഓരോ നിയോജക മണ്ഡലത്തിലും ഈ മാറ്റം നമുക്ക് കാണാനാകും. കേരളത്തെ പശ്ചാത്തല വികസനത്തിന് ഹബ്ബാക്കി മാറ്റുക എന്ന LDF സർക്കാരിന്റെ നയം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ പ്രധാനം ദേശീയപാത വികസനമാണ്. TP രാമകൃഷ്ണൻ MLA ഫലകം അനാച്ഛാദനം ചെയ്തു. പെരുവണ്ണാമുഴി മുതൽ ചെമ്പ്ര വരെ 5.55 കിലോമീറ്റർ ദൂരത്തിൽ 12 മീറ്റർ വീതിയിലാണ് വികസിപ്പിക്കുന്നത്. ചടങ്ങിൽ TP രാമകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചിപ്പി മനോജ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. NCP ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺ അഗസ്റ്റിനും 30ഓളം പ്രവർത്തകരും NCP വിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ലയന സംഗമ വേദിയിൽ മാർച്ച് 18-ന് കോൺഗ്രസ് പതാക ഏന്തിക്കൊണ്ട് അംഗത്വം സ്വീകരിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ക്ഷുദ്രജീവികളുടെ ആക്രമണം കൊണ്ട് മലയോര കർഷകരൊക്കെ വളരെ കഷ്ടപ്പെട്ട് അവരുടെ നിത്യജീവിതത്തിൽ ഒരുപാട് NCP പ്രവർത്തന നിലയിൽ നമ്മളൊക്കെ പ്രവർത്തനത്തിന് പോകുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അപ്പൊ അതിനെ തടയുന്ന കാര്യത്തിൽ നമ്മുടെ മന്ത്രി ഒരു പരാജയപ്പെട്ട അവസ്ഥയിലാണ്. അതിനെ തിരുത്തുന്നതിൽ NCP നേതൃത്വത്തിനും പരാജയം സംഭവിച്ചു. മലയോര മേഖലയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ ശാശ്വത പരിഹാരം കാണുന്നതിൽ വനം വകുപ്പ് മന്ത്രിയെ തിരുത്തുന്നതിൽ NCP നേതൃത്വവും പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് NCP ജില്ലാ ഉപാധ്യക്ഷൻ ജോൺ അഗസ്റ്റിൻ പറഞ്ഞു. NCP നേതൃത്വത്തിന്റെയും വനം വകുപ്പ് മന്ത്രിയുടെയും നിഷേധാത്മക നിലപാടിലും കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഗീയ കാഴ്ചപ്പാടിന് നേരെ മൃദു സമീപനം പുലർത്തുകയാണ് ദേശീയ പ്രസിഡന്റിന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ NCP ജില്ലാ വൈസ് പ്രസിഡന്റും 30ഓളം പ്രവർത്തകരും NCPയിൽ നിന്നും രാജിവെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുമെന്നും മാർച്ച് 18-ന് വൈകുന്നേരം കോഴിക്കോട് YMCA ഓഡിറ്റോറിയത്തിൽ ലയന സംഗമം നടക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. NCPയുടെ ദേശീയ തലത്തിൽ കൊടിയും ചിഹ്നമൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. വാർത്താസമ്മേളനത്തിൽ DCC ജനറൽ സെക്രട്ടറി NV ബാബുരാജും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ
ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗാലറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. രാജ്യത്ത് ഒരു സീറ്റിൽ മാത്രം വിജയ സാധ്യതയുള്ള CPM BJPക്കെതിരെ ഒറ്റയ്ക്ക് എന്ത് പ്രതിരോധമാണ് നടത്തുകയെന്ന് അഡ്വക്കേറ്റ് T സിദ്ദിഖ് MLA UDF കുന്നമംഗലം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സിദ്ദിഖ്. എന്നുള്ള വിനീതമായ അഭ്യർത്ഥനകളോടെ നമുക്ക് മുമ്പിൽ വെച്ചു. ആ അഭ്യർത്ഥന ശിരസാവഹിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഈ കൺവെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ രചനരേഖ എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ കുന്നമംഗലം നിയോജക മണ്ഡലം കൺവെൻഷൻ T സിദ്ദിഖ് MLA ഉദ്ഘാടനം ചെയ്തു. 60 സീറ്റിൽ മത്സരിക്കുന്ന CPMന് രാജ്യത്ത് ഇത്തവണ ഒരു സീറ്റിൽ മാത്രമാണ് വിജയ സാധ്യതയുള്ളതെന്നും അത് തന്നെ തമിഴ്നാട്ടിലാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM BJPക്കെതിരെ ഒറ്റയ്ക്ക് എന്ത് പ്രതിരോധമാണ് നടത്താൻ പോകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. BJPയെ പ്രതിരോധിക്കുക എന്നതായിരുന്നു CPMന്റെ മുഖ്യ അജണ്ടയെങ്കിൽ അവർ ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമായിരുന്നു എന്നും സിദ്ദിഖ് കുറ്റപ്പെടുത്തി. പരിപാടിയിൽ P മൊയ്തീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥി MK രാഘവൻ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി UC രാമൻ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്, N സുബ്രഹ്മണ്യൻ, K ഖാദർ, ദിനേശ് പെരുമണ്ണ, അഷറഫ് മണക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ ഗോഡ്സെയുടെ ഹിന്ദുവല്ല, ഗാന്ധിജിയുടെ ഹിന്ദുവാണ്. ഞാൻ സനാതന ഹിന്ദുവാണ്. ഞാൻ പൂർണ്ണ വിശ്വാസിയാണ്. 82 വരെ ഞാൻ വിശ്വാസിയായിരുന്നില്ല. 82 മുതൽ വിശ്വാസിയായി. ഞാൻ നിത്യവും അമ്പലത്തിൽ പോകുന്ന ആളാണ്, ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്, എല്ലാ മാസം ഗുരുവായൂർ പോകുന്ന ആളാണ്. അതേസമയം ഞാൻ എന്റെ രക്തമെന്ന് പറയുന്നത് ഏറ്റവും വലിയ മതേതര വിശ്വാസത്തിന്റെ രക്തമാണെന്ന് പറയാൻ വേണ്ടി ഞാൻ ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം വകുപ്പ് മന്ത്രിയുടെ വാശിയുടെ പുറത്തുണ്ടായ തീരുമാനമാണെന്ന് MK രാഘവൻ MP. ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം അശാസ്ത്രീയമെന്നാരോപിച്ചായിരുന്നു സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുയർന്നത്. ടെസ്റ്റ് പരിഷ്കാരം നടപ്പിലാക്കാൻ ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ 4/2024 സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ ധർണ. നന്മണ്ട RTO ഓഫീസിന് മുന്നിൽ MK രാഘവൻ MP ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വാശിയുടെ പുറത്തുണ്ടായ തീരുമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ഷൈജു ബാലുശ്ശേരി അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ്, അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി റഷീദ് കൈരളി, മോഹൻ കക്കോടി, ശംഭു ചൈതന്യ, സത്യൻ സൂര്യ, വിജയലക്ഷ്മി, ആര്യ തുടങ്ങിയവർ സംബന്ധിച്ചു. 100 കണക്കിന് പ്രവർത്തകർ ധർണയിൽ പങ്കെടുത്തു. തീരുമാനം പുനഃപരിശോധിക്കാൻ സന്നദ്ധരായില്ലെങ്കിൽ വൻ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് ജില്ലാ സെക്രട്ടറി ഷൈജു ബാലുശ്ശേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രവർത്തനം നിലച്ച് അടച്ചിട്ട മാനാഞ്ചിറ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയിലെ കെട്ടിടത്തിൽ തീപിടുത്തം. വ്യാഴാഴ്ച രാത്രി 8:45 പ്രധാന കെട്ടിടത്തിന്റെ പിറകിൽ കാടുപിടിച്ച് കിടക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. ഫാക്ടറി അടച്ചിട്ട സമയത്തുണ്ടായിരുന്ന തുണികളും നൂലുകളും നെയ്ത്തുപകരണങ്ങളുമാണ് കത്തി നശിച്ചത്. കെട്ടിടത്തിന്റെ ഓടിട്ട മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീണു. സമീപത്തെ റോഡിലൂടെ നടന്നു പോകുന്നവരാണ് തീ ഉയരുന്നത് ആദ്യം കണ്ടത്. ഇവരാണ് കെട്ടിടത്തിലെ സെക്യൂരിറ്റിയെ വിവരം അറിയിച്ചത്. വെള്ളിമാടുകുന്ന് മീഞ്ചന്ത സ്റ്റേഷനുകളിൽ നിന്നായി 9 യൂണിറ്റ് സേന സ്ഥലത്തെത്തി രാത്രി 11 മണിയോടുകൂടി തീയണച്ചു.
വേറെ വണ്ടി വരയ്ക്കാനല്ലേ അല്ലേ? കെട്ടിടത്തിൽ തീ പടർന്നയുടനെ തൊട്ടടുത്ത കെട്ടിടങ്ങളിലെ അടക്കം വൈദ്യുതി KSEB അധികൃതർ വിച്ഛേദിച്ചു. കോംട്രസ്റ്റിന് മുൻവശത്തെ ഗേറ്റ് മണ്ണ് മൂടിക്കിടക്കുന്നതിനാൽ ഫയർഫോഴ്സ് വാഹനം തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് എത്തിക്കാനും കഴിഞ്ഞില്ല. ഇത് രക്ഷാപ്രവർത്തനത്തെയും ബാധിച്ചു. തീപിടിച്ച കെട്ടിടം ഇപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് കോംട്രസ്റ്റ് അധികൃതർ അറിയിച്ചു. തീപിടിച്ചത് ഫാക്ടറിയുടെ ഡയറക്ടർമാരെ അറിയിച്ചിട്ടുണ്ടെന്നും എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ഫാക്ടറിയുടെ മാനേജർ K. വിഷ്ണു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജനം ചാരിറ്റബിൾ ട്രസ്റ്റ് റമദാൻ കരീം ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. 1200ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റ് നൽകിയത്. കോഴിക്കോട് കേന്ദ്രമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഒരു കൂട്ടായ്മയാണ് ജനം ചാരിറ്റബിൾ ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബാംഗങ്ങൾക്ക് റമദാൻ കരീം ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. ജനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഒരു വളരെ പുണ്യമായ പ്രവർത്തനമാണ് ഇത്. വളരെ സാധാരണക്കാരായ ആൾക്കാർക്ക്, അസാധാരണമായ പണമില്ലാത്ത ആൾക്കാർക്ക് ഇത് വലിയ സഹായമായിരിക്കും. ഒന്ന്, വിശുദ്ധമായ ഈ റംസാൻ മാസത്തിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായൊരു സമയമാണ്. പക്ഷെ എന്നാലും ഇത് വീട്ടിലെത്തിക്കുക എന്ന് പറയുന്നത്, ഭക്ഷണ സാധനങ്ങൾ വീട്ടിലെത്തിക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യമായ കാര്യമാണ്. ജനം ട്രസ്റ്റിൻ്റെ ഈ പരിപാടിക്ക് എല്ലാ ആശംസയും. ചടങ്ങിൽ ജനം ട്രസ്റ്റ് ചെയർമാൻ റാഫി പുതിയകടവ് അധ്യക്ഷനായിരുന്നു. കൺവീനർ KT ശശീന്ദ്രൻ, നിയാസ് വൈദ്യരകം, ഇനാമു റഹ്മാൻ, മൻസൂർ എന്നിവർ സംബന്ധിച്ചു. നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം, വിദ്യാർത്ഥികൾക്ക് പഠന സഹായ വിതരണം, തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണം, ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ട്രസ്റ്റ് നടത്തിവരുന്നത്. ഈ ഒരു മാസം ട്രസ്റ്റിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും റംസാനിൽ അവരുടേതായുള്ള ഭക്ഷണ വിഭവങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ട്രസ്റ്റിൻ്റെ തീരുമാനം. റമദാനിനോടനുബന്ധിച്ചാണ് ജനം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ 1200ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ വെടിഞ്ഞും ദിവസം മുഴുവൻ പ്രാർത്ഥനകളിൽ മുഴുകിയും സജീവമാകുന്ന റമദാനിലെ ആദ്യ വെള്ളി. റമദാൻ മാസത്തിലെ വെള്ളിയാഴ്ചകൾ ഏറെ ശ്രേഷ്ഠമാണ്. പള്ളികളിൽ ജുമാ നമസ്കാരത്തിന് വിശ്വാസികൾ തിങ്ങി നിറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഈ വർഷത്തെ MP വർഗീസ് പുരസ്കാരം MT വാസുദേവൻ നായർക്ക് നൽകും. മാർച്ച് 16-ന് കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സാരഥികൾ പറഞ്ഞു. 6000 കുട്ടികൾ പഠിക്കുന്ന 4 ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് MA കോളേജ് അസോസിയേഷൻ അതിൻ്റെ കീഴിലുള്ള കോളേജും MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, MA കോളേജ് ഓഫ് ഇന്റർനാഷണൽ സ്കൂൾ, അടിവാനിൽ ഹൈ റേഞ്ചിൽ അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി
സ്ഥാപിച്ച MB കോളേജ്, മാർ ബെസേഴ്സ് കോളേജ് എന്ന 4 സ്ഥാപനങ്ങളായിട്ട് ഏതാണ്ട് 6 സ്ഥാപനങ്ങൾ ഇന്ന് ഉണ്ട്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. പ്രൊഫസർ MP വർഗീസിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം മാർച്ച് 16-ന് കോഴിക്കോട് മലബാർ പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് സമർപ്പിക്കും. മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷനും കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രൊഫസർ MP വർഗീസ് സ്ഥാപിച്ച സംഘടനയും ചേർന്നാണ് പുരസ്കാരം ഏർപ്പെടുത്തിയതെന്ന് കോളേജ് സാരഥികളായ ഡോക്ടർ വിന്നി വർഗീസ്, ഡോക്ടർ ദീപക്, ഡോക്ടർ അശ്വിനി ബാലചന്ദ്രൻ തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശമ്പള വിതരണം വൈകുന്നതിനെതിരെ ബേപ്പൂർ ചീർപ്പ് പാലം കടവിലെ തൊഴിലാളികളുടെ പ്രതിഷേധം. സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും വിതരണ വ്യാപാരികളുടെ വാഹനത്തിൽ നിന്നും ചരക്കിറക്കാൻ അനുവദിക്കാത്ത കയറ്റിറക്കി തൊഴിലാളി യൂണിയൻ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ. മലയോര മേഖലയുടെ സമഗ്രമായ വികസനത്തിന് മലയോര ഹൈവേ ഗുണകരമായി മാറുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. NCP ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺ അഗസ്റ്റിനും 30ഓളം പ്രവർത്തകരും NCP വിട്ട് കോൺഗ്രസിലേക്ക്. രാജ്യത്ത് ഒരു സീറ്റിൽ മാത്രം വിജയ സാധ്യതയുള്ള CPM BJPക്കെതിരെ എന്ത് പ്രതിരോധമാണ് നടത്തുകയെന്ന് അഡ്വക്കേറ്റ് T സിദ്ദിഖ് MLA. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.